ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എന്നെ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നിവിടെ ഒരു യൂഷ്വലി ഞാൻ ചെയ്യുന്ന ഷോർട്സോ അല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബ് കോമഡി വീഡിയോസോ അല്ലെങ്കിൽ മേക്ക് ഓഫോ ലൈഫിൻ്റേതായിട്ടുള്ള ഓർഗനൈസിങ് ടിപ്സോ ഒന്നുമായിട്ടല്ല വന്നിരിക്കുന്നത്. ആൻഡ് ടു ബിഗിൻ വിത്ത് നമുക്കൊരു ഗുഡ് മോർണിംഗ് ഒരു നമസ്കാരം പറയാൻ പറ്റുന്ന ഒരു വിഷയവുമല്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ മൈ ടോപ്പിക് ഇസ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഇൻജസ്റ്റിസ് ഉണ്ടല്ലോ, ഈ വയലൻസ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ്. ആൻഡ് ഐ നോ നിങ്ങൾ വ്യൂവേഴ്സ് ഹാവ് സീൻ ലോട്ട് ഓഫ് വീഡിയോസ്, ന്യൂസ് ചാനൽസ്, ന്യൂസ് പേപ്പേഴ്സ് കണ്ട് മടുത്തിട്ടുണ്ടാവും. ആൻഡ് ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളോ ഒന്നുമല്ല. ബട്ട് വൺസ് ഇൻ എ വൈൽ ചില കാര്യങ്ങൾ മനസ്സിൽ തട്ടുമ്പോൾ ഞാൻ വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ഈ ഒരു സംഭവത്തിലും ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ചെയ്യാൻ എന്താ, നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ലല്ലോ, നിങ്ങളൊരു ജേർണലിസ്റ്റ് അല്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ മറുപടി ഒന്നേ ഉള്ളൂ. ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്ന് പത്തനംതിട്ടയിൽ ഒരു നാട്ടിൽ ജീവിച്ചു വന്ന ഒരാളാണ്. ഇപ്പം ഇവിടെ വേറൊരു ഫോറിൻ കൺട്രി ജീവിക്കുന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെ, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ നടക്കുന്ന ഇത്രയും വിഷമകരമായ കാര്യങ്ങൾക്കെതിരെ എനിക്ക് സംസാരിക്കാൻ എനിക്ക് എൻ്റെതായ ഒരു കടമയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുകൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ കൊലപാതകങ്ങൾ എന്നൊക്കെ തന്നെ ഇത് കൊലപാതകം ആരെയാണ് കൊല്ലുന്നത്? പേരൻസിനെ കൊല്ലുക, ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും കൊല്ലുക, ഹസ്ബൻഡ് വൈഫിനെ കൊല്ലുക, വൈഫ് ഹസ്ബൻഡിനെ കൊല്ലുക, മക്കളെ കൊല്ലുക. ഇതൊന്നും അല്ലെങ്കിൽ ഇനിയും എക്സ് ബോയ് ഫ്രണ്ട് കയറി വരിക, എക്സ് ഗേൾ ഫ്രണ്ട് കയറി വരിക, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ നടക്കുക, അപ്പോൾ ഒരാൾ കയറി വരിക, കൊന്നിട്ട് പോവുക. എന്നിട്ട് ഈ കൊന്നിട്ട് പോകുന്നവരൊക്കെ പോകുന്ന വഴിക്ക് വിഷം കഴിക്കുക, പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഹാജരാകുക. അപ്പോൾ ഡി ഓൾ തിങ്ക് ഇത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോഴേ ജനറ്റിക്കലി അയാൾക്കുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഇത് തെറ്റ് ചെയ്യാത്തവരെന്ന് വെച്ചാൽ കൊലപാതകങ്ങൾ ചെയ്യാതെ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് എല്ലാവർക്കും എറഗൻസ് ഒരു സംഭവമുണ്ട്. നമുക്ക് ദേഷ്യമുണ്ടാവാം, നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവാം, മൂഡ് ഫ്ലക്ച്വേഷൻസ്, നമ്മുടെ ബിഹേവിയർ പാറ്റേൺസിൽ വ്യത്യാസങ്ങളൊക്കെ വരാം. ബിക്കോസ് അതാണ് ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീങ്സിന് ഹോർമോൺസ് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരാം. സ്ത്രീകൾക്കാണെങ്കിൽ അത് മെൻസ്ട്രേഷനെ എങ്കിലും കുറ്റം പറയാം. അപ്പോൾ ആണുങ്ങൾക്ക് ഇനിയും പറയാം, അവർക്കും സ്ട്രെസ് ഉണ്ട്, അവരുടെ ബോഡിയിലും ഹോർമോൺസ് ഒക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം അവർക്കും വരാം. അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ബ്ലഡ് പ്രഷറിൻ്റെ വേരിയേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ വരാം. പക്ഷേ എങ്ങനെയാണ് ഇത് കൊലപാതകം വരെ പോയി നിൽക്കുന്നത്? ഒരാളെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്യുക. കേരളത്തിലെ കഴിഞ്ഞ ഒരു വർഷം, 10 വർഷമൊന്നും എടുക്കണ്ട, കാരണം ഒരു വർഷം എടുത്താൽ നിരന്തരം ന്യൂസ് റിപ്പോർട്ടേഴ്സിന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതെന്തോ മൂവീസൊക്കെ ഇങ്ങനെ റീൽസ് വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രീഷ്മയായി, എല്ലാത്തിനും ഭയങ്കര വെറൈറ്റി ഉള്ള കാര്യങ്ങളാണ്. ഗ്രീഷ്മയുടെ കേസ്, അതേപോലെ തന്നെ ഇപ്പോൾ ഗ്രീഷ്മ ഷാരോൺ വധക്കേസ്, അല്ലെങ്കിൽ ഇപ്പം നടന്ന ലേറ്റസ്റ്റ് ആയിട്ട് ഷഹബാസിൻ്റെ കേസ്, ചെന്താമരയുടെ കേസുകൾ, ഇതൊക്കെ പേരുകൾക്കും പിന്നെ ജെൻഡറിനും മാത്രമേ വ്യത്യാസമുള്ളൂ. കാര്യത്തോട് നോക്കിക്കഴിഞ്ഞാൽ കൊല്ലാൻ പോയിട്ട് നിങ്ങൾ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് സംസാരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പേരൻസോ അല്ലെങ്കിൽ അതിനായിട്ട് എൽഡേഴ്സിൻ്റെയൊക്കെ സഹായം എടുക്കുമോ, ഫ്രണ്ട്സിൻ്റെ സഹായം എടുത്ത് സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളാണ് കത്തി കൊണ്ടും നഞ്ചക്ക് പോലത്തെ ഉള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ തീർക്കുന്നത്. സോ ഇത് തുടങ്ങുന്നത് ഇത് എവിടെ നിന്നാണെന്നോ ആരെങ്കിലും ചിന്തിക്കുന്നത്? നമ്മളെല്ലാവരും ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പം രാവിലെ ഹാഷ്മിയുടെ ഡിബേറ്റ്, അതായത് ന്യൂസ് ചാനൽ കാണുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഇതിന് എങ്ങനെയാണ് നോ പറയേണ്ടത്? നോ ടു വയലൻസ്, സ്റ്റോപ്പ് ദ ഇൻജസ്റ്റിസ് ആക്ട്സ്. നിങ്ങളുടെ ഈ ഒരു റേജ് കലി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇത് നിർത്താൻ എങ്ങനെ ഇത് നിർത്താനായിട്ടൊരു വഴികളൊന്നും ഇല്ലേ എന്നുള്ളതാണ്. പറയാം, നമുക്ക് സർക്കാരിനെ പഴിക്കാം, നമുക്ക് പറയുന്ന പോലെ കഞ്ചാവ്, മയക്കുമരുന്ന്, ആൽക്കഹോൾ എല്ലാത്തിനെയും പഴിക്കാം, സിനിമ, സീരിയൽ, കംപ്ലീറ്റ് മീഡിയ പഴിക്കാം. ഇതൊക്കെ ഇപ്പം സിനിമ കാണുന്ന ആൾക്കാർ എല്ലാവരും സിനിമ കാണുന്നുണ്ട്. നിങ്ങൾ സിനിമ കണ്ടു, നിങ്ങൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഇൻസ്പയർ ചെയ്തു, നിങ്ങൾ അത് ലൈഫിലോട്ട് എടുക്കാനാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന് അത്രമാത്രം വിലയുള്ളൂ. ഏതോ ഒരു സിനിമയിൽ കുറേ കാര്യങ്ങൾ കണ്ടു, അത് നിങ്ങൾ പകർത്താനായിട്ട് നിങ്ങൾക്ക് അത്രമാത്രം ബ്രെയിൻസേ ഉള്ളൂ എന്നാണ് ഞാൻ ഈ ചിന്തിക്കുന്നത്. ഒരിക്കലും ഞാൻ വയലൻസ് കാണിക്കുന്ന സിനിമയെ ഞാൻ സപ്പോർട്ട് ചെയ്യല്ല. ഇന്നത്തെ കാലത്ത് ഇപ്പം മെച്യൂരിറ്റി ഇല്ല എങ്കിൽ, പിള്ളേർക്കും മുതിർന്നവർക്കൊന്നും മെച്യൂരിറ്റി ഇല്ല എങ്കിൽ ഇനി ഇങ്ങനത്തെ സിനിമകൾ ഇറക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇനി അങ്ങനെയാണെങ്കിൽ അത് ചെയ്യേണ്ടി വരും.
മയക്കുമരുന്നിൻ്റെ ഒറിജിൻ എവിടെയെന്ന് പറഞ്ഞാൽ ഇത് നാട്ടിലിത് എങ്ങനെ ഇത് നിർത്തണം. മയക്കുമരുന്നിൻ്റെ ഉത്ഭവം കണ്ടുപിടിച്ച് നിർത്തുക തന്നെ വേണം. അല്ലെങ്കിൽ ഏത് ക്യാരക്ടറൈസേഷൻ കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, ഏത് ക്വാളിറ്റി നിങ്ങളിൽ ഉള്ളിലോട്ട് കയറിയത് കൊണ്ട്, എന്താ പറയുന്നത്, ഏത് ക്വാളിറ്റിയുടെ ഇല്ലായ്മ കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ടീച്ചേഴ്സിന്, പേരൻസിന്, സിബ്ലിങ്സിന്, എൽഡേഴ്സിന് എല്ലാവരും ഇത് നമ്മളാണ് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്. ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു പരിധിയിൽ ഇതൊക്കെ ചെയ്യുന്നു തരുന്നില്ല എന്ന് ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ സൊസൈറ്റിയിൽ ഒരു വ്യക്തി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഇത് കണ്ടുപിടിക്കേണ്ടത് ഫാമിലിയിലാണ്. നമുക്ക് എല്ലാവർക്കും കുടുംബങ്ങളുണ്ട്. ഇപ്പം ഈ പറയുന്ന 2000 കിഡ്സോ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ മുന്നിലും ജനറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. 70s, 80s, 60s, 50s, 90s ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 1990 ജനിച്ചൊരു വ്യക്തിയാണ്. ഈ സോക്കോൾ 90 കിഡെന്ന് തന്നെ പറയാം. ഞാൻ ആലോചിക്കുകയായിരുന്നു, എൻ്റെ ദൈവം, എനിക്ക് ശനിയും ഞായറൊക്കെ വല്ലയിടത്തും അപ്പുറത്തെ വീട്ടിലോട്ടൊന്ന് പോകണമെങ്കിൽ നമുക്ക് പേരൻസിനെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ അനുവാദം ചോദിച്ച് അവരോട് പറഞ്ഞ് ഇനി അവരവിടെ ഫോൺ വിളിച്ച് ചോദിക്കും എന്തിനാ പിള്ളേരെല്ലാം അവിടെ വരുന്നേ, അവിടെ സേഫാണോ കാര്യങ്ങൾ, പേരൻസ് ആദ്യം ഒരു കൂട്ടാവും, എന്നിട്ടാണ് നമ്മളെയൊക്കെ അങ്ങോട്ട് വിടുന്നത്. ഇനി വിട്ടില്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് കരയേ ഉള്ളൂ. അല്ലാതെ പേരൻസിൻ്റെ മണ്ടയ്ക്കോട്ട് ചവിട്ടി കയറി അവരെ അടിച്ച് താഴെ ഇട്ടൊന്നും പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. മേ ബി അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിക്കൊണ്ടാവാം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിൽ വന്ന പിള്ളേരെ ഫ്രണ്ട്സിനെ കണ്ടു തിരിച്ച് വീട്ടിൽ പോകുന്നു. സിനിമയ്ക്ക് പോകണോ പാർക്കിൽ പോകണോ ഒക്കെ പേരൻസാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അന്നത്തെ കാലത്തൊക്കെ ആലോചിച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെ ഫ്രീഡം തരാത്തത്. എക്സ്ട്രീം സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് വളർന്നൊരു വീട്ടിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. ഞാൻ ആലോചിച്ചിട്ട് എന്തിനാണ് ഇത്രയും സ്ട്രിക്ട്നെസ്, ഒരു പരിധിവരെ അത്രയും സ്ട്രിക്ട്നെസ്സിൻ്റെ ആവശ്യമില്ല. കുറേയൊക്കെ നമുക്ക് പേരൻസ് നമ്മളോട് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാവണം. ലഞ്ചും ഡിന്നറും ഒക്കെ കഴിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുക, കഴിക്കുക, ഒഴിവ് സമയങ്ങളൊക്കെ ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് പോകുന്ന ഒരു തെറ്റൊന്നുമില്ല. പൊയ്ക്കോ, കണ്ടോ, നിങ്ങൾ പേരൻസിൻ്റെ കൂടെയോ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ കൂടെയോ. പക്ഷെ തുറന്ന് പറയാനൊരു സാഹചര്യം വേണം. തെറ്റ് കണ്ടാൽ പേരൻസ് തെറ്റാന്ന് തന്നെ പറയും. ഇനി നിങ്ങളുടെ പേരൻസിനോ തെറ്റ് കണ്ടാൽ നിങ്ങൾക്കും പറയാൻ പറ്റണം. അത് ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കണം. പക്ഷെ നമ്മുടെ നാട്ടിൽ അതല്ല ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പേരൻസ് ചൂടായ പറയും തന്തവൈബ്. തന്തവൈബിൻ്റെ പ്രശ്നമാണെങ്കിൽ പിന്നെ തന്തയും ജനിപ്പിച്ച അമ്മയും അപ്പനും അല്ല, പിന്നെ ആരാണ് അല്പമെങ്കിലും കൺട്രോളിങ് ഫാക്ടർ എടുക്കേണ്ടത്? അപ്പുറത്തെ വീട്ടിൽ അയാൾ വന്ന് ദേഷ്യപ്പെട്ട പറയും തനിക്ക് തൻ്റെ വീട്ടിലെ കാര്യം നോക്കിക്കൂടെയും ചോദിക്കും. പിന്നെ വീട്ടിൽ ഇരിക്കുന്നവരല്ലേ നമ്മളോടൊന്ന് ഉപദേശിക്കാനും ചെയ്യാനും പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന അപ്പനും അമ്മയും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്ക് ഇപ്പം കള്ളു കുടിച്ചൊരു അപ്പം വന്ന് പിള്ളേരെ വെറുതെ ഇട്ട് അടിക്കുവാണെങ്കിൽ അത് അയാളുടെ തെറ്റാണ്. ഇപ്പം അമ്മയ്ക്കോ അച്ഛനോ എക്സ്ട്രാ നെറ്റിൽ അഫെയർ ആണ്, അമ്മയും അച്ഛനും വേറെ വഴിക്ക് പോയാൽ മക്കളെ നോക്കാൻ ആളില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പം നോർമൽ ഒരു ഫാമിലി എടുത്താൽ, നോർമൽ ഫാമിലിയിൽ യു ബിൽഡ് എ റിലേഷൻഷിപ്പ്. പേരൻസും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസും ഗ്രാൻഡ് കിഡ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇത് നോർമലായിട്ട് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഇത്രയും ബാക്ക് ടു ബാക്ക് വയലൻസോ മേർഡേഴ്സോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഒരു 12ാം ക്ലാസ് വരെ കോളേജിൽ പഠിച്ച കാലം ഞാൻ കേട്ടിട്ടില്ല ഇത്രയും ബാക്ക് ടു ബാക്ക്. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടങ്ങാടി ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ടൊരു സൂയിസൈഡ് കേസ് കേൾക്കുന്നത്. ഒരു കുട്ടിക്ക് ബാങ്കിൽ നിന്ന് എന്തോ ലോൺ അനുവദിച്ച് കിട്ടിയില്ല, എന്താ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മണ്ടയ്ക്ക് നിങ്ങൾ എടുത്ത് ചാടി ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അന്ന് ഞാൻ ICSE സിലബസ് ആ സമയത്ത് 8th 9th പഠിക്കുന്ന സമയമാണ്. അപ്പം ഓർക്കുന്നുണ്ട് അന്ന് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ സ്കൂളിൽ ഒരാഴ്ചത്തേക്ക് ലീവ് കിട്ടി. ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അത് പേരും നാളൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു ഗസ്സിങ് ഒരു പേര് പറയുന്നത് ശരിയല്ല. ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ ഇതിപ്പം ഒരു കൊലപാതകം കഴിഞ്ഞാൽ നാളെ വേറൊന്ന്, മറ്റന്നാൾ വേറൊന്ന്, അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം 3 നേരം എന്ന രീതിയിൽ റിപ്പോർട്ടേഴ്സിന് നന്നായിട്ട് എന്താ പറയുന്നത് ന്യൂസ് കിട്ടുന്നുണ്ട്. റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കാനും പറ്റത്തില്ലല്ലോ, കാരണം അമ്മാതിരി വെറൈറ്റി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റിയൽ കോസ് ആരാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സിനിമാ നടന്മാരെ പഴിക്കേണ്ടടുത്ത് പഴിക്കണം, സീരിയൽ നടന്മാരെ പഴിക്കേണ്ടടുത്ത് പഴിക്കണം, ഗവൺമെൻറ്റിനെ പഴിക്കേണ്ടടുത്ത് പഴിച്ചേ പറ്റുള്ളൂ. അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ടിൻ്റെ ബേസിലാണെങ്കിൽ ഇത് പഴിച്ചേ പറ്റുള്ളൂ. ഇനി ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ, ഇനി പേരൻസിന് തെറ്റുണ്ടെങ്കിൽ, കുട്ടികൾക്ക് തെറ്റുണ്ടെങ്കിൽ പഴിക്കണം. ഇപ്പം നമുക്ക് ഇതൊരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സിനിമാക്കാരെ പറഞ്ഞാൽ സിനിമാക്കാരെല്ലാം കൂടെ ഇറങ്ങി അങ്ങ് ആക്രമിക്കും. അതെന്താ? അപ്പോൾ പണ്ട് അങ്ങനത്തെ സിനിമ കണ്ടിട്ട് ആരും ഇങ്ങനെ ആയില്ലല്ലോ, ഇങ്ങനത്തെ സിനിമ കണ്ട് ആരും ഇങ്ങനെ ആയില്ലല്ലോ, ഇതങ്ങനെ കുറേ പേര്. പക്ഷേ ഒരു കൺട്രോളിങ് ഫാക്ടർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണിത്. ഞാൻ പറയട്ടെ, ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കേരളത്തിൽ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇത് ശരി ഏതാ തെറ്റേതാ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഈ വരുന്ന കേസുകളിൽ ആൺകുട്ടികൾ അധികം പെൺകുട്ടികൾ അധികം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്തറിയോ,
നമുക്ക് ഒരു അനീതി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞെന്ന് വിചാരിച്ചോ, കയ്യടി കിട്ടുന്ന ആർക്കാണെന്നറിയാം? ഈ അനീതി ചെയ്ത ആൾക്കാർക്കാണ്. അത് സംസാരം കൊണ്ട് ഈ കൊലപാതകമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ പറയണം, പേഴ്സണലി ഇപ്പം ഞാൻ പറയണം, ഇപ്പം ഞാൻ ഒരാളോട് പറയുകയാണ്, എനിക്കൊരു ഇൻസൾട്ട് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അയ്യോ ഈ കേൾക്കുന്ന ആൾക്കാരുടെ ഒരു സംസാര രീതി എങ്ങനെയാണെന്നറിയോ? അവരോ അയ്യോ അത് തോന്നിയതാ, അത് തനിക്ക് തോന്നിയതാ. അവരങ്ങനെ പറയുന്നവരൊന്നും അല്ല. അവർ അത് തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും. അത് മനസ്സിന് കൊണ്ട് ആവശ്യമൊന്നുമില്ല. മനസ്സ് നല്ല കട്ടിയായിട്ടിരിക്കണം. ഇതൊക്കെ ചെറിയ തമാശയല്ലേ? അയ്യോ അവരുടെ രീതി അങ്ങനെ, അവരങ്ങനെയാ സംസാരിക്കുന്നേ. നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ നമ്മളെ കളിയാക്കുകയോ നമ്മളെ പരിഹസിക്കുകയോ നമ്മളെ കോർണർ ചെയ്യുകയോ ചെയ്താൽ നമുക്ക് ആ ആളോട് പോയിട്ട് അല്ല ആ ആളോട് നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. പ്രതികരിച്ച് കഴിയുമ്പോഴത്തേനും ഒന്നുകിൽ ആ ആൾ ഭയങ്കര റൂഡാവും. ഇതിപ്പം എന്താ പറയുക, കളിയാക്കൽ കളിയാക്കൽ കൊണ്ടുകൊണ്ടേ ഇരിക്കണം എന്നൊരു രീതിയാണ് നമ്മുടെ നാട്ടിൽ. ഒന്നും നമുക്ക് തിരിച്ചു പറയാൻ പറ്റത്തില്ല. തിരിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ അവർ കൈ വീശി അടിക്കാൻ വരിക, കളിയാക്കുക, അല്ലെങ്കിൽ നമ്മളെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക, നമ്മളെ ഒറ്റപ്പെടുത്തി ഈ പരിപാടിയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതൊന്നും നടന്നില്ലെങ്കിൽ പറയും, അതെ എന്തുവാ നമ്മളെയൊക്കെ റിലീജിയനിൽ പഠിപ്പിച്ചിരിക്കുന്നത്, പൊറുക്കുക മറക്കുക. ശരിയാ, പൊറുക്കുക മറക്കുക ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഒരുമാതിരി പരിഹസിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് അവിടുന്ന് നിർത്തണം. വയലന്റ് ആക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കുടുംബങ്ങളിൽ തന്നെയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടാത്ത കാര്യങ്ങൾ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, ഇല്ലാ കഥകൾ ഉണ്ടാക്കുക, മറ്റുള്ളവനെ ഒരു പരിധിക്കപ്പുറം പ്രൊവോക്കേറ്റ് ചെയ്യുക, പ്രൊവോക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെയൊക്കെ ഫാമിലിയുടെ അകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ വയലൻസ് കാണുക, അല്ലെ വയലൻസ് കേൾക്കുക, ഗോസിപ്പിംഗ് കേൾക്കുക, മറ്റുള്ളവനെ ഇൻസൾട്ട് ചെയ്യുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഇത് നോ പറയേണ്ടടുത്ത് നോ പറയാൻ ആൾക്കാർ ഭയക്കുന്നു, അല്ലെങ്കിൽ പറയുന്നവരുടെ മൂടിക്കെട്ടുന്നതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? ഞാൻ പണ്ടെപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ കേട്ടോ ഒരാൾ പറഞ്ഞു കേട്ടാ, എൻ്റെ മോന് ദേഷ്യം വന്നാൽ വീട്ടിൽ കിടക്കുന്ന സാധനമൊക്കെ പുറത്ത് കിടക്കും. അത് ഞാൻ ആലോചിക്കും, എന്തൊരു മണ്ടത്തരാണ് പറയുന്നത് അല്ലേ? പേരൻസിനൊക്കെ ഒരു രസമാണ് അത്. ഓരോ മുതിർന്നവർക്കോ അല്ലെങ്കിൽ ഫാമിലി ഉള്ളവർക്കൊക്കെ പറയാൻ ഒരു ഭയങ്കര ക്രെഡിറ്റ് പോലെയാണ്. ഞങ്ങളുടെ വീട്ടിലെ സാധനമൊക്കെ പുറത്ത് കിടക്കും ദേഷ്യം വന്നാൽ. അപ്പോൾ ആ അഗ്രഷൻ കൺട്രോൾ ചെയ്യേണ്ട ആരാണ്? പേരൻസ് ചില സമയത്ത് മടിക്കുന്ന എന്തിനാണ്? കുട്ടികളെ കൺട്രോൾ ചെയ്യാനായിട്ട്. അടിക്കണോ ഇടിക്കണോ പറയുന്നില്ല, ഒരു വ്യക്തിയും അടിക്കാനോ ഇടിക്കാനോ പറയുന്നില്ല. പക്ഷെ അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കാതെ പിള്ളേരെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടി കൊടുത്ത് തന്നെ എല്ലാവരും വളർത്തുന്നത്. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോ കാനഡയിലോ വന്ന് നമുക്ക് അടിക്കാൻ പറ്റില്ല. അത് ഇവിടുത്തെ നിയമമാണ്. കാരണം ജനിക്കുന്ന കുട്ടി മുതൽ ഒരു ഇൻഡിവിജ്വലായിട്ടാണ് അവർ കണക്കാക്കുക. അങ്ങനെയാണ് അവരുടെ നിയമം. അതാണ്, പ്രത്യേക ഇൻഡിവിജ്വലാണ്. ആ കുട്ടിയുടെ സ്വാതന്ത്ര്യങ്ങളുണ്ട് എന്നും പറഞ്ഞ് ഇവിടെ സായിപ്പും മാതാമയും കൈകെട്ടി നോക്കിയിരിക്കുന്നു അല്ല. അവർ ടൈം ഔട്ട് എന്നൊരു സംഭവം കൊടുക്കും, അല്ലെങ്കിൽ അവർ ചോയ്സ് ഒക്കെ എടുത്ത് മാറ്റി വെക്കും, ഇരുത്തി സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. വീടിനകത്ത് അപ്പൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കുന്നതെങ്കിൽ ഈ വീട്ടിലെ റൂൾസ് ബാധകമാണ്. കറക്റ്റ് സമയത്ത് കഴിക്കാൻ വരണം, കറക്റ്റ് സമയത്ത് വീട്ടിൽ തിരിച്ചു കയറിക്കോണം, കോളേജിലോ സ്കൂളിലോ പഠിക്കാൻ പോയിക്കോണം. അല്ലാതെ അപ്പൻ്റെ അമ്മയുടെയും പൈസ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് തോന്നിവാസമൊന്നും കാണിക്കാൻ ഇവിടങ്ങളിൽ ആരും സമ്മതിക്കത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പിന്നെയും പേരൻസ് ഒക്കെ അടിയെ കൊടുക്കും. അടി കൊടുക്കേണ്ടത് അടി കൊടുക്കുക തന്നെ ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ. പിന്നെ എടുത്തിട്ടങ്ങ് ഭിത്തിയെ കൊണ്ട് ഇടിപ്പിക്കുകയൊന്നും അത് ചെയ്യാൻ പാടില്ല. വയലൻസ് അറ്റാക്ക് പേരൻസും ചെയ്യാൻ അനുവാദമില്ല. പക്ഷേ ചില കേസിൽ പേരൻസ് ഇങ്ങനെ കൈകെട്ടി നോക്കൂത്തിലായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ എന്ത് കണ്ടിട്ട് അങ്ങനെ നിൽക്കണത്? പ്രത്യേകിച്ച് ആൺപിള്ളേരുള്ള അപ്രോച്ച്. ആൺപിള്ളേരെന്തോ രാജാക്കന്മാരാണ്, അവരെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവരെ പറഞ്ഞ ഭാവിയിൽ അവർ പൈസ ഉണ്ടായിക്കൊണ്ട് വരുന്നവരാണ്, അവരാണ് വീട് നോക്കുന്നത്. അപ്പോൾ പെൺപിള്ളേരെ മാത്രം കോർണർ ചെയ്താൽ മതിയോ? ആണാണേലും പെണ്ണാണേലും അവർ ചെയ്യുന്ന തെറ്റിനെതിരെ പറയാൻ ഒരു വ്യക്തിയെങ്കിലും മുതിരണം. കാരണം ഇപ്പോഴും ചില ഇതിൽ ആൺപിള്ളേർക്ക് എന്തും പറയാം അല്ലെ, പോട്ടെ ഇനി പെൺപിള്ളേരും ആയിക്കോട്ടെ, പെൺപിള്ളേർക്കും പറയാം. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇപ്പൊ പേരൻസ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ എന്തിനാണ് ഈ ഭയക്കുന്നത്? ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുവോ? ഇപ്പൊ നാട്ടിലായപ്പോൾ പറയാൻ പറ്റില്ല, എടുത്ത് കൊല്ലുമായിരിക്കും. ഏതോ BGM പാട്ടൊക്കെ ഇട്ട് കൊലപാതകം റൂമിൽ ഇന്ന് പ്ലാൻ ചെയ്തെന്ന് കൊല്ലുമായിരിക്കും. ഇതാണ്. അപ്പം ഇത് പേടിച്ച് പേരൻസ് വാ തുറക്കാൻ വയ്യാത്ത അവസ്ഥയായി. അല്ല, ഞാൻ പറയും ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് വീടുകളിൽ തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പരിധി വരെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ പരിപാടികൾ. ഞാൻ പലയിടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. പല പേരൻസ് അല്ലെങ്കിൽ ഇൻലോസ് ആരായിക്കോട്ടെ പെണ്ണുങ്ങളോട് അവർ പറയും. പക്ഷെ ആൺപിള്ളേരോട് പറയുമ്പോഴത്തേനും സൗണ്ടൊക്കെ ഭയങ്കര ലോ ലെവലിലോട്ട് പോകും. എന്താ, ആൺപിള്ളേർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അയ്യോ അയാൾ ഭയങ്കര ദേഷ്യക്കാരനോ, ഒന്നും പറയാൻ പറ്റത്തില്ല, ദേഷ്യപ്പെട്ട് കളയും. ചോടാ എടോ, ആരാണേലും
അഗ്രഷൻ തനിക്കോ എനിക്കോ മാത്രമല്ല, എല്ലാവർക്കും ദേഷ്യപ്പെടാൻ അറിയാം. എല്ലാവർക്കും ആരെയും കയറി ആരോട് ദേഷ്യപ്പെടാനും അറിയാം, ആരെ കയറി ഭരിക്കാനും അറിയാം. പക്ഷെ അതൊരു വലിയ നല്ല ക്യാരക്ടറായിട്ട് കൊണ്ട് നടക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഈ ദേഷ്യം കൊണ്ട് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, ദേഷ്യം കൊണ്ട് നിങ്ങൾ ലോകം അടക്കി ഭരിക്കുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സ്റ്റുപ്പിഡാന്ന് ഞാൻ പറയും. മനസ്സിലാവുന്നില്ലേ? ദേഷ്യപ്പെടേണ്ടത് ഇപ്പം എന്നെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഹലോ ചേട്ടാ സുഖമാണോ എന്ന് ഞാൻ ചോദിക്കത്തില്ല. ആ സമയത്ത് എൻ്റെ സെൽഫ് ഡിഫെൻസിന് എനിക്ക് എന്തും ചെയ്യാം. സെൽഫ് ഡിഫെൻസ്, എനിക്ക് അയാളിൽ നോടി രക്ഷപ്പെടാം. എനിക്ക് ആ പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ ഒരാൾ എന്നെ കുത്താൻ വരികയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ എൻ്റെ സെൽഫ് ഡിഫെൻസ് ചെയ്യാമോ ഞാൻ ചെയ്ത് രക്ഷപ്പെട്ട് കളയും. മനസ്സിലായോ? ചില ഒരു സിറ്റുവേഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഫ്രീസായി പോവും, അതായത് നമ്മളിങ്ങനെ ഐസ് പോലെ നിന്ന് പോകും. ചിലത് ഫ്ലൈറ്റ്, ഓടി രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ചിലത് ഫൈറ്റ്, പൊരുതി രക്ഷപ്പെടാൻ നോക്കാം. അതൊരു സിറ്റുവേഷൻ അനുസരിച്ചാണ്. അല്ലാതെ നമുക്കൊരാളെ ഇഷ്ടമല്ല, ആഹാ അവളെ എനിക്കിഷ്ടമല്ല, അവനെ എനിക്കിഷ്ടമല്ല, അവളെ ഇച്ചിരി അഹങ്കാരി, അവളെ കാണാൻ കുറച്ച് കൊള്ളാം, അവൻ കുറച്ച് നല്ല ജോലിയുള്ളവനാ, 4 എണ്ണം അവനെ അങ്ങ് പറഞ്ഞേക്കാം. ഇനി നേരിട്ട് പറയാൻ പറ്റില്ല, പുറകെ അങ്ങ് പറഞ്ഞേക്കാം. ഇതൊക്കെ നമ്മുടെ വീടുകളിലും നാടുകളിലും നടക്കുന്ന സംഭവമാണ്. എന്നിട്ട് ഇവരിരുന്ന് അങ്ങ് കയ്യടി വാങ്ങിക്കുകയാണ്. ഇതൊക്കെ കണ്ടു വളരുന്ന വേറൊരു ജനറേഷൻ ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഇന്ന് ദേഷ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ മക്കള് നാളെ നിങ്ങളോട് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥ വരും. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ളവരെ ബഹുമാനിക്കാതെ, നിങ്ങളുടെ അധ്യാപകരെ ബഹുമാനിക്കാതെ, നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ നിങ്ങളുടെ റിലേറ്റീവ്സിനോടോ നിങ്ങൾ മോശമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, അത് ഫോണിൽ കൂടെ ആയിക്കോട്ടെ നേരിട്ടായിക്കോട്ടെ, ഇത് കണ്ടു വളരുന്ന ഒരു യങ്ങർ ജനറേഷൻ ഉണ്ട്, സോ കോൾ പ്രോജനീസ്. അവരെ ബിൽഡ് ചെയ്ത് വിടുന്നത് ഇന്ന് ഈ എൽഡർ ജനറേഷൻ പലവരുമാണ്. മനസ്സിലായോ? ഈ 90s കിഡ്സിനോ 70s കിഡ്സിനോ ഒന്നും ഒരു കാര്യവുമില്ല. 2000 കിഡായാലും ഏത് കിഡായാലും നല്ലത് എന്താണോ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പം നിങ്ങളുടെ പേരൻസ് തെറ്റ് ചെയ്തെന്ന് തന്നെ വിചാരിച്ചോളൂ, അത് പേരൻസിനോട് പറയുക, ഇത് നല്ല കാര്യമല്ല, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയണ്ട, അല്ലെ മറ്റുള്ളവരെ പറ്റി ഇത് കേൾക്കണ്ട. ചില കുട്ടികൾ അത് പറയത്തില്ലായിരിക്കും. അപ്പനും അമ്മയും അല്ലെ അപ്പനും അമ്മ എങ്ങനെയാണ് ഇപ്പം ഒരു ഫാദർ അവരുടെ ഗ്രാൻഡ് ഫാദറിനോട് അല്ലെ അവരുടെ പേരൻസിനോട് എങ്ങനെയാണ് ഇടപെടുന്ന കണ്ടിട്ടാണ് മക്കൾ വളരുന്നത്. അല്ലെ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ്, അത് കണ്ടാണ് പിള്ളേർ വളരുന്നത്. മനസ്സിലായില്ലേ? ഒരു അപ്പനോടോ ഒരു അമ്മയോടോ എൻ്റെ മോൻ ഭയങ്കര മിടുക്കന, അല്ലെ മോള് ഭയങ്കര മിടുക്കി, അതുകൊണ്ട് അവൾ ആ വീട് ഭരിക്കുന്നത് നിങ്ങൾ കയ്യിലോട്ട് ഇട്ട് കൊടുത്താൽ നാളെ അവർ വീട് ഭരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ സമൂഹത്തിലോട്ട് ഇറങ്ങി ഭരിക്കാൻ തുടങ്ങും. മനസ്സിലായോ? വീട്ടിൽ നിന്ന് ക്ലിയർ ചെയ്ത് വിടാത്ത കാര്യങ്ങളാണ് പിള്ളേർ പുറത്തോട്ടിറങ്ങി ഫ്രസ്ട്രേഷൻ കാണിക്കാൻ തുടങ്ങുന്നത്. അത് പറഞ്ഞ് തിരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തുക തന്നെ വേണം. പിന്നെ മക്കൾ തന്നോളമായാൽ താനെന്ന് വിളിക്കണം, അത് ശരി തന്നെയാണ്. അതിനുള്ള ആ ഗീവ് ആൻഡ് ടേക്കിൽ റെസ്പെക്ട് എപ്പോഴും ഗീവ് ആൻഡ് ടേക്ക് ആണ്. കൊടുക്കേണ്ട സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തു വളർത്തുക. പക്ഷെ അമിതമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുക, അവരൊന്ന് ഭീഷണിപ്പെടുത്തരുത്. എൻ്റെ മകളോ മകനോ പറഞ്ഞാൽ ഞാൻ എല്ലാം ചെയ്തു കൊടുക്കണം, അവർ ഒരു ആത്മഹത്യ ചെയ്തു കളയും, അല്ലെങ്കിൽ അവർ ഞങ്ങളെ കൊന്നുകളയും. ഈ ഭയം നിങ്ങൾ തന്നെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ മകനോ മകളോ നിങ്ങളുടെ ആരായിക്കോട്ടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാൻ ഒരിത് വേണം. മനസ്സിലായോ? ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിയിട്ട് ഒരുമാതിരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വളർത്തിയിട്ട് എടുത്ത് സമൂഹത്തിലോട്ട് വിട്ടിട്ട് കണ്ട വീടുകളിൽ കയറി മറ്റുള്ളവരുടെ മക്കളെ കൊല്ലുക, മറ്റുള്ളവരുടെ പേരൻസിനെ കൊല്ലുക, അതൊന്നും ശരിയായ കാര്യമല്ല. നിങ്ങളുടെ മക്കളുടെയോ അഗ്രഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കുക. ഒരു സൈക്യാട്രിസ്റ്റിന് അടുത്ത് ധൈര്യമായിട്ട് പോകണം. സർ, എനിക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള അഗ്രഷനാണ്, ഞാൻ ഭയങ്കര റൂഡാണ്, എനിക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഐ എം അൺകൺട്രോളബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ സൈക്യാട്രിസ്റ്റുമാർക്ക് നന്നായിട്ട് പറ്റും, സൈക്കോളജിസ്റ്റുമാർക്ക് നന്നായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അവരുടെ അടുത്തേക്ക് പോവുക. അല്ലാതെ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മക്കൾ എന്ത് ചെയ്താലും ന്യായീകരിക്കുക. നാളെ അവർ നമ്മുടെ കുടുംബം നോക്കേണ്ടതാണ്, അവരാണ് ഞങ്ങൾക്ക് ചെലവും ചെല്ലും തരാൻ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അവർ പറയുന്നത് വെള്ളം തുടങ്ങാതെ അങ്ങ് വിഴുങ്ങൂ എന്നൊക്കെ പറഞ്ഞാൽ ശരിയായ കാര്യമൊന്നും അല്ല ഇത്. മനസ്സിലായില്ലേ? ഞാൻ പണ്ട് ജീവിച്ച കാലത്തൊക്കെ ഞാൻ എൻ്റെ മുണ്ടിൻ്റെ അവിടെ കത്തി കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ കത്തി വെച്ച് നടന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിലവരെ പറ്റി കേട്ടുണ്ട്. ഞാൻ നടക്കുമ്പോൾ കൂടെ പോകുമ്പോഴൊക്കെ എൻ്റെയൊക്കെ ഇവിടെ ആയുധം കൈ കൊണ്ട് നടക്കുമായിരുന്നു. എന്തിന്? ആര് പറഞ്ഞു ആയുധം കൊണ്ട് നടക്കാൻ? അതുകൊണ്ട് അപ്പം അതായത് അതാ കാണിക്കുന്ന ആ ആളൊരു ക്യാരക്ടറാണ്. എൻ്റെ അടുത്തോട്ട് ആരും വന്നാൽ അപ്പം എൻ്റെ അടുത്തങ്ങ് വീശിക്കളയും. ഇതൊക്കെ കണ്ട് വളരുന്ന ഒരു ജനറേഷൻ. സിനിമ വരെയൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. സിനിമയും സീരിയലും ഈ പറയുന്ന പൊളിറ്റിക്സും ഒക്കെ അവിടെ നിൽക്കട്ടെ. മനസ്സിലായില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. വീടുകളിൽ എന്താണോ അത് കണ്ടു വളരുന്ന ജനറേഷൻ, ചെറിയ കുട്ടികൾ, അവരാണ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുന്നത്. പിന്നെ എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ പേരൻസിനോടായിക്കോട്ടെ എൽഡേഴ്സിനോടായിക്കോട്ടെ ചാടി കയറുമ്പോൾ ഒരു വട്ടമെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്? ഞാൻ പലയിടത്ത് കണ്ടിട്ടുള്ള കാര്യമാണ്, പലയിടത്ത് കേട്ടുള്ള കാര്യമാണ്. മക്കള് അപ്പനെയും അമ്മയൊക്കെ അങ്ങ് ചീത്ത വിളിക്കും.
പക്ഷെ അപ്പനും അമ്മയൊന്നും പറയത്തില്ല. കാരണം പറയാൻ പേടിയോ? അത് പറഞ്ഞാൽ എന്ത് പറ്റും? അങ്ങനെയാണ്. പിന്നെ ചില ആൾക്കാർ ഈ ഒരുമാതിരി സ്വയമേ ഏറ്റെടുത്ത് വെച്ച് ഞങ്ങളെല്ലാം തുറന്നടിച്ചങ്ങ് പറയുന്നവരാ. ഞങ്ങൾ പറയുന്ന എല്ലാം തമാശ. ഞങ്ങളോടെങ്ങാനും പറയാൻ വന്നോണ്ടല്ലോ ഞങ്ങളങ്ങ് ശരിയാക്കി കളയും. ഇങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത്. ഈ ഒരു ക്യാരക്ടർ മാറ്റാനൊന്ന് ശ്രമിക്കണം നിങ്ങൾ. ഏത് രീതിയിലുള്ള വേർബൽ അബ്യൂസ് ആയാലും ഫിസിക്കൽ അബ്യൂസ് ആയാലും മെന്റൽ അബ്യൂസിങ് ആയാലും ഇത് നിർത്തണം. നിർത്തിയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള അഗ്രഷൻ തീർക്കാൻ മറ്റുള്ളവനെ കരുതിക്കൂട്ടി ആക്രമിക്കാൻ ചെല്ലരുത്. നിങ്ങൾക്ക് ഒരാളെ അല്ലെങ്കിൽ ഇഷ്ടമല്ല. ലോകത്ത് പല ആൾക്കാർ ജീവിക്കുന്നുണ്ടാവും. എൻ്റെ ഇഷ്ടത്തിനല്ല ഒരാൾ ഇവിടെ ജീവിക്കുന്നതും ഒരാൾ ജനിക്കുന്നതും ഒക്കെ. എനിക്കൊരാളെ ഇഷ്ടമല്ലെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അയാളെ അവോയ്ഡ് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു രീതി വെച്ചിട്ട് എന്നോടൊരു നെഗറ്റിവിറ്റി 1 ചാൻസ് 2 ചാൻസ് 3 ചാൻസ് മാക്സിമം 3 ഒരാളെ എന്നെ ഒരു 3 വട്ടത്തിൽ കൂടുതൽ ദ്രോഹിക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ രീതി വെച്ച് പിന്നെ എന്നെ ഗാങ്ങിലോട്ടേ പോകത്തില്ല. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോലും ഞാൻ നോക്കത്തില്ല. എൻ്റെ കാര്യം കഴിഞ്ഞ് ഞാൻ പോവും. എനിക്ക് അങ്ങനെ ഒരാളുടെ കമ്പനിയും വേണ്ട. ഇനി അത് എത്ര കോടീശ്വരനാണേലും, ഇനി അത് നാട് വാഴുന്ന തമ്പുരാനാണേലും ആരാണേലും ഞാൻ അതിനകത്തോട്ട് എത്തി നോക്കാൻ പോകത്തില്ല. എനിക്ക് അങ്ങനെ ഒരാളെ കമ്പനിയെ വേണ്ട എന്ന് വെക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലായോ? ഞാൻ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ മറ്റുള്ളവൻ്റെ ഇൻഫ്ലുവൻസ് കണ്ടിട്ട്, അവൻ്റെ പണം കണ്ടിട്ട്, അവൻ്റെ പ്രശസ്തി കണ്ടിട്ട്, അവർ ചെയ്യുന്ന പണക്കാരോ അല്ലെങ്കിൽ പ്രശസ്തി ഉള്ളവരൊക്കെ ചെയ്യുന്നത് കണ്ട് നമ്മൾ വാനോളം അങ്ങ് പുകഴ്ത്തുവാണ്. അയ്യോ അല്ലെങ്കിൽ നമ്മൾ പറയും അവർ നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് ഒരാൾ തെറ്റ് ചെയ്താൽ തെറ്റല്ലാതാവുന്നില്ലല്ലോ. തെറ്റേതാണ് ശരി ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക. ഇനി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പം ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ മോളെ അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യം തെറ്റാണ്, നമ്മളത് നമ്മുടെ ജീവിതത്തിൽ കോപ്പി അടിക്കരുത് എന്ന് തന്നെ പറയണം. ഇനി നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്ന മക്കള് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് പൈസയും വണ്ടിയുടെ ചാവിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം തെറ്റാണ്. പേരൻസിൻ്റെ തെറ്റാണ്, അല്ലെങ്കിൽ അവിടെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ ആൾക്കാരുടെയും തെറ്റാണ്. എങ്ങനെയാണ് ഒരു അപ്പനെ അമ്മയൊക്കെ അവരുടെയൊക്കെ ദേഹത്ത് കത്തി പോട്ടെ കൈയോങ്ങാനൊക്കെ എങ്ങനെയാണ് ധൈര്യം വരുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അപ്പനെയും അമ്മയും കാണുമ്പോൾ പേടിച്ച് മുട്ടിടിച്ച് വിറച്ച് താഴെ വീഴുമൊന്നും വേണ്ട. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു റെസ്പെക്ട് എന്നൊരു സംഭവം ഇല്ലേ? ഇനി അതൊക്കെ വിട്. ഒരു ടീനേജ് പ്രായം എടുത്താൽ 14 വയസ്സ് 15 വയസ്സുള്ള പിള്ളേർക്കൊക്കെ എന്താ പറയുക, നഞ്ചൊക്കെ എടുത്ത് വീശി കൊല്ലാം. എന്തൊക്കെയാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താ ടീച്ചേഴ്സിന് മനസ്സിലാവുന്നില്ല ഈ കുട്ടികൾ ഇങ്ങനെ ആവുന്നുണ്ട്? ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു സമ്പ്രദായവും ഇല്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര അൺകൺട്രോൾ അഗ്രഷൻ വരുന്നത്? ഏത് മൂവി കണ്ടിട്ടായിക്കോട്ടെ, നമുക്ക് മൂവിയെ പഴി പറയാൻ പറ്റുമോ? അല്ല ആക്ടേഴ്സിനെ പഴി പറയാൻ പറ്റുമോ? നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമോ? ഒരു കുട്ടിയെ കൊന്നു, ഞാൻ ഇന്ന മൂവി കണ്ടിട്ടാണ് അയാൾ അവനെ കൊന്നേന്ന് പറഞ്ഞാൽ ആ മൂവിയിൽ അഭിനയിച്ചവരെല്ലാം കൂടെ വന്ന് ഈ സീൻ അങ്ങ് ഡിലീറ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ അവർ വന്ന് കുറെ പൈസ കൊടുക്കുമോ? ഒരു മനുഷ്യൻ, നമ്മൾ സ്വന്തമായിട്ട് നമ്മളെയല്ലേ, നമുക്കൊരു കൺട്രോൾ വേണ്ടേ നമ്മുടെ മണ്ടയ്ക്ക്? നമ്മളല്ലേ തീരുമാനിക്കേണ്ടത് ശരിയാ തെറ്റാ? നമുക്കൊരു ചിന്ത വേണ്ട, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഞാൻ തെറ്റ് ചെയ്യരുത്, ഞാൻ കള്ളത്തരം കാണിക്കരുത്, ഞാൻ ഒരാളെ കൊല്ലാൻ പോയിട്ട് മനസ്സിൽ പോലും ഞാൻ ചിന്തിക്കരുത്, ഞാൻ ഒരാളെ പറ്റി ഗോസിപ്പ് പറയരുത്. നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഐഡന്റിറ്റി നമുക്കില്ലേ? നമുക്ക് ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ? ഇതൊക്കെ മറന്ന് ജീവിച്ചിട്ട് എന്ത് കിട്ടാനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഹീറോയിക് ആക്ട് കുറെ ചെയ്താൽ എത്ര നാൾ നമ്മൾ പിടിച്ചു നിൽക്കും? എന്തെങ്കിലും നമ്മൾ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കണ്ടേ? തെറ്റ് ചെയ്യുന്ന എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെയൊക്കെ വിചാരമുണ്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കേൾക്കാതെയോ കാണാതെയോ ഒക്കെ നിങ്ങൾ ഒരാൾക്കെതിരെ പറയുകയോ ഒരാൾക്കെതിരെ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് കുറേ നാളൊക്കെ നിങ്ങൾ നന്നായിട്ട് ജീവിക്കുമായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഇതിന് കണക്ക് പറയേണ്ടതായിട്ട് വരും. മനസ്സിലായില്ലേ? മക്കളൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ അച്ഛനും അമ്മയും സാഷ്ടാംഗം അവരുടെ മുമ്പിൽ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നിങ്ങളുടെ മക്കൾ ദേഷ്യപ്പെടുവാണെങ്കിൽ മുഖത്തേക്ക് പറയണം. അത്ര ഒച്ചയൊന്നും ഉയർത്തേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ ധൈര്യം വേണം. മനസ്സിലായോ? ഇന്ന് വീട്ടിൽ ഇരുന്ന് ഒച്ച ഉയർത്തുന്നവൻ നാളെ സമൂഹത്തിൽ ഇറങ്ങി മറ്റുള്ളവരോട് ഒച്ച ഉയർത്തുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഒരു ശബ്ദം കയർത്തങ്ങോട്ട് സംസാരിക്കുമ്പോൾ പേടിച്ച് മുട്ടിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മക്കളായാലും കൊള്ളാം, മരുമക്കളായാലും കൊള്ളാം, ആരാണേലും കൊള്ളാം. മനസ്സിലാകുന്നില്ലേ? ഇത് പകുതിയും വീട്ടിൽ നിന്ന് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താതെ വരുമ്പോഴാണ് ഈ സമൂഹത്തിലോട്ട് ഇറങ്ങി അഗ്രഷൻ മുഴുവൻ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ മക്കളോ നമ്മൾ ആരായിക്കോട്ടെ സിനിമയിൽ ഒരു ഹീറോയിക്ക് ആക്ട് ചെയ്യുമ്പോൾ അയ്യോ കൈയടിച്ചങ്ങോട്ട് പാസ്സാക്കാതെ തെറ്റേതാന്ന് ചൂണ്ടിക്കാണിക്കണം. ഒരു വ്യക്തിയും അങ്ങനെ കയറി ആത്മഹത്യയും ചെയ്യത്തൊന്നുമില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ, അതായത് അധികൃതരോട് അറിയിക്കാനാണ്. നിങ്ങളുടെ മക്കൾക്ക് ഇപ്പം ഒരു സൈക്കാട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരെ ആശുപത്രി കൊണ്ടുപോകണം. അത് നിങ്ങൾ വീട്ടിൽ ഇട്ടിട്ട് ചുമ്മാ കുറേ പൊന്നെ കരളെ തേനേന്ന് കുറേ വിളിക്കും. ഈ സൈക്കാട്രിക് ഇഷ്യൂസ് പിന്നെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തിനാ അയ്യോ എൻ്റെ മോന് ഭയങ്കര ദേഷ്യക്കാരനാണ്, അല്ല എൻ്റെ മോള് ഭയങ്കര ദേഷ്യക്കാരിയാണ്. അങ്ങനെ ഒരു അൺകൺട്രോളബിൾ ദേഷ്യമാണെങ്കിൽ അത് എന്തെങ്കിലും ഹോർമോൺസിന്റെ പ്രശ്നമായിരിക്കും. ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിക്കണം. അവർ ടെസ്റ്റ് ചെയ്ത് അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സൈക്കാട്രിസ്റ്റിനെ ഈസി ആയിട്ട് പറ്റും അത്. അല്ലാതെ മക്കളുടെ ദേഷ്യമെല്ലാം കണ്ട് മുന്നോട്ട് വളർത്തിക്കൊണ്ട് വരികയല്ല വേണ്ടത്. അതിന് ആദ്യം തന്നെ അപ്പനും അമ്മയ്ക്കൊരു ബോധം വേണം. മനസ്സിലായില്ലേ? അപ്പനും അമ്മയും വീട്ടിൽ കാണിക്കുന്ന വയലന്റ് ആക്ട്സ് ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ആരെങ്കിലോടും എനിക്കൊരു അപേക്ഷയാണിത്. നമ്മളോടൊരാൾ ഒരു അനീതി വന്ന് പറയുമ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് ചിലപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോണ്ട, വിട്. ഇപ്പം നമ്മളോടൊരാൾ ഒന്ന് പറയാണ് എന്നെ വളരെ മോശമായിട്ടൊരാൾ ചിത്രീകരിച്ചു, അല്ലെങ്കിൽ എന്നെ വളരെ മോശമായിട്ട് അവരെപ്പോഴും കളിയാക്കാറുണ്ട്, എന്നെ ഇൻസൾട്ട് ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ അവരോടൊന്ന് ആശ്വസിപ്പിക്കാനുള്ള മിനിമം പക്വതയെങ്കിലും നമുക്കൊക്കെ വേണം. നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം എന്താ പറയുക, വല്ലവരും ഒന്ന് പറയുമ്പം ഓ അതൊക്കെ അങ്ങ് വിട്ടേക്കുന്നേ, അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അതൊന്നും സാരമില്ല, അവരെ എനിക്കറിയാം, അവരങ്ങനൊന്നും ചിന്തിക്കുന്നവരൊന്നുമല്ല, താങ്കൾക്ക് തോന്നിയതായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണ്. മറ്റുള്ളവൻ ഒരു വിഷമമോ അല്ലെങ്കിൽ അവന് ഏറ്റവും ഒരു മോശകരമായ കാര്യമെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരോട് ആണോ നമുക്ക് പോയി സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, ഞാൻ ചോദിക്കണം, അല്ലെങ്കിൽ അത് ഞാനത് സംസാരിച്ച് ശരിയാക്കി തരാം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ തീർത്ത് തരാം, അത് അവർ പറഞ്ഞ കള്ളത്തരമാണോ, അവർ നിങ്ങൾക്കെതിരെ ചെയ്ത തെറ്റാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വിരലെങ്കിലും അനക്കാൻ ശ്രമിക്കുക. അതല്ലാതെ ഈ വന്ന് പറയുന്നവരെ അങ്ങ് കളിയാക്കി വീണ്ടും അവരുടെ മനസ്സിലോട്ട് വ്രണത്തിലോട്ട് കുറേ ആസിഡ് എടുത്ത് ഒഴിക്കുകയല്ല വേണ്ടത്. പിന്നെ ആരാണേലും ആരുടെ ഒരു ശബ്ദം ഉയർത്തുന്നവൻ്റെ മുന്നിൽ പോയി പേടിച്ച് വിറയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരാണ് ഇങ്ങനെയുള്ള വയലന്റ് അറ്റാക്കേഴ്സിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ആണുങ്ങൾ ശബ്ദം ഉയർത്തി കഴിയുമ്പോൾ മുട്ടിടിച്ച് താഴെ വീണമെന്ന് പറഞ്ഞ കാലമൊക്കെ മാറിപ്പോയി. അങ്ങനത്തെ കാലങ്ങളൊന്നും ഇല്ല. ആർക്കും ആരുടെ നേരെയും തൊഴിക്കാം, ചവിട്ടാം. ഈ തൊഴിക്കുന്നവനും ചവിട്ടുന്നവനും കുത്തുന്നവനും കരുതിക്കോ, നീയൊക്കെ ഇന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ നാളെ എന്നൊരു ദിവസമുണ്ട്, അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനിടയിൽ എന്തെങ്കിലും ഈ ചെയ്ത പാപങ്ങൾക്ക് എല്ലാം നമ്മൾ മാപ്പ് പറഞ്ഞൊരു കാലം വരും. അല്ല, നമ്മളാരും ഈ ലോകത്തുനിന്ന് ചെയ്ത തെറ്റുകൾക്കൊന്നും ഏറ്റു പറയാണ്ട് ചെയ്ത തെറ്റുകൾക്കൊന്നും അനുഭവിക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നുമില്ല. മനസ്സിലായോ? നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ തന്നെ അനുഭവിക്കണം. മനസ്സിലായില്ലേ? പിന്നെ ചില ആൾക്കാർ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ചെയ്യാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു മോശമായ കാര്യം 1, 2, 3 വട്ടമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങനെയുള്ളവരുടെ പരിഹാസികളുടെ കൂട്ടത്തിൽ പോയി നിൽക്കാനോ പരിഹാസികളുടെ പങ്കുചേർന്ന് അവരുടെ കൂടെ കൈയടിക്കാനോ ഞാൻ പോവുകയില്ല. ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഒഴിവാക്കാൻ പറ്റുന്നത് നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. പിന്നെ നമുക്ക് തിരുത്താൻ പറ്റുന്ന, നമുക്ക് നമ്മളെ തിരുത്താം, നമ്മുടെ മക്കളെ തിരുത്താം, ഇവൻ നമുക്ക് നമ്മുടെ പേരൻസിനോട് സംസാരിക്കാം. അങ്ങനെ നമ്മൾ അത്രയും ഒരു ചെറിയൊരു ക്ലസ്റ്ററായിട്ട് മാറേണ്ടി വരികയാണിപ്പോൾ. നമ്മൾ മറ്റുള്ളവരെ തിരുത്താൻ പോയി കഴിഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കണ്ട എന്ത് ചെയ്യാനാ? പക്ഷെ അനുഭവിക്കും. തെറ്റ് ചെയ്യുന്നവൻ എന്നെങ്കിലും അനുഭവിച്ചിരിക്കും. അതവന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു വിങ്ങലുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇപ്പം ഈ പറയുന്ന കള്ളത്തരങ്ങളും കൊലപാതകങ്ങളും വൃത്തികേടും ഒക്കെ ചെയ്ത് ജീവിതത്തിലെല്ലാം നേടി എന്ന് ചിന്തിക്കുന്നവൻ, അത് മനസ്സിലായോ? നിങ്ങൾ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഗോസിപ്പ് പറഞ്ഞ ഒരാളുടെ ലൈഫ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ മാറി നിന്ന് പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചടിയായിട്ട് വരിക തന്നെ ചെയ്യും. ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിന്നാലും ദൈവം എന്നൊരു ഒരു വ്യക്തിയുണ്ട്, ദൈവം എന്നൊരു ആളുണ്ട്. ആ ആൾ ഇൻജസ്റ്റിസ് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ചിലപ്പം പാപികൾ ഇങ്ങനെ അങ്ങ് വാനോളം കുറേ നാൾ വളരും, പക്ഷെ ആ വളർച്ചയ്ക്ക് വലിയ കാലമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം കരുതുക. സോ യങ്ങർ ജനറേഷൻ ആയാലും എൽഡർ ജനറേഷൻ ആയാലും നിങ്ങളുടെ വീട്ടിലെ ഇൻജസ്റ്റിസ്, വീടിനകത്തെ വയലന്റ് ആക്ട്സ് ആദ്യം നിർത്താൻ ശ്രമിക്കുക. സേ നോ ടു വയലൻസ്, സ്റ്റോപ്പ് ദീസ് ഇൻജസ്റ്റിസ്, സ്റ്റോപ്പ് ഇൻഇക്വാലിറ്റീസ്. ഈ അൺബയാസ്ഡ് ആയിട്ടുള്ള
ഉണ്ടല്ലോ ഈ ഐ മീൻ ഈ ബയാസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആണ് എന്ത് ചെയ്തോട്ടെ അവന് ചെയ്യാം, പെണ്ണ് കുറെ അനുഭവിച്ചോട്ടെ അങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് നിർത്തലാക്കുക. പിന്നെ പ്രായമുള്ളവരോടൊക്കെ തെറ്റ് ചെയ്താൽ നമുക്ക് തിരിച്ചു ചോദിക്കാം. പക്ഷെ പ്രായമുള്ളവരെയൊക്കെ ശബ്ദം ഉയർത്തി സംസാരിക്കുക, അല്ലെങ്കിൽ അവരോട് അവർ ചെയ്യുന്നതിനെല്ലാം പരിഹസിക്കുക, മറ്റുള്ളവനെ വേണമെന്ന് വെച്ച് ദ്രോഹിക്കുക, ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ മാത്രമല്ല വീടിനകത്താണ് ആദ്യമേ നോ പറയേണ്ടത്. വീടിനകത്ത്, മനസ്സിലായില്ലേ? അത് ചെയ്യാൻ ദയവേത് ശ്രമിക്കുക. ഇനിയെങ്കിലും കേരളത്തിൽ ഇനിയെങ്കിലും ഇങ്ങനത്തെ ബ്രൂട്ടൽ ക്രൈംസ് നടക്കാതിരിക്കട്ടെ. റേപ്പ് ഹിസ്റ്ററീസ് ഇനിയും നിൽക്കട്ടെ. റേപ്പ് എന്നൊരു വാക്കേ മാനി പോട്ടെ. സത്യമായിട്ട് പറയാണ്, വാക്ക് കൊണ്ടുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ട് പോലും ഒരാൾ പോലും മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. ദ്രോഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അവകാശമായിട്ട് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വേഴ്സ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഇമാജിൻ ഇൻ യുവർ ലൈഫ്. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ.